നാടകശാല മാഗസിന്റെ 51 ലക്കത്തിന്റെ പ്രകാശനം നടത്തി. കരുനാഗപ്പള്ളി നാടകശാലയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഭക്ഷ്യക്കിറ്റ് വിതരണവും നടന്നു. ഭക്ഷ്യക്കിറ്റിന്റെ ഉദ്ഘാടനം ക്ലാപ്പന മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SM ഇക്ബാൽ നിർവഹിച്ചു. താല്പര്യമുള്ളവര് ഭക്ഷ്യക്കിറ്റ് വാങ്ങിച്ചു തന്നാൽ കിടപ്പ് രോഗികൾക്ക് ഞങ്ങൾ കൊടുക്കും. പെൻഷൻകാരൊക്കെ ഉണ്ട്, മനസ്സ് വേണം. ഒരു കിറ്റിന് വേണ്ടി മാറ്റിവെക്കാനുള്ള മനസ്സ് തരണമെന്ന് പറയുന്നില്ല. കിട്ടുന്ന ഇത്രയും ഞാനും എൻ്റെ ഒരു സുഹൃത്തുക്കളുടെ കമ്മിറ്റിയുടെ ഷാനവാസ് എന്ന് പറയും, ഞങ്ങൾ 3-4 പേരൂടെ ചേർന്നാണ് കിടപ്പ് രോഗികൾക്ക് കൊല്ലം ജില്ലയെ കൊണ്ട് കൊടുക്കുന്നത്. അതിന് മാത്രമുള്ള ഒരു സഹായം മാത്രമേ ചോദിക്കത്തുള്ളൂ. അത് തന്നില്ലെങ്കിലും വിരോധമില്ല. അവരുടെ എണ്ണം കുറയുമെന്നേ ഉള്ളൂ കൊടുക്കുന്നവരുടെ. ബാക്കിയുള്ള ഒരു പിരിവും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ 6 വർഷമായി ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരൊക്കെ ചോദിച്ചാൽ മതി, ആരിൽ നിന്നും 1 രൂപ പോലും നാടകശാല പിരിക്കത്തില്ല, വാങ്ങിക്കത്തില്ല. കരോക്കെ ഗാനപ്രകടനം അബ്ബാമോഹനും നിർവഹിച്ചു. ബീന കെ തമ്പിയുടെ അധ്യക്ഷതയിൽ സമ്മേളനം അഡ്വക്കേറ്റ് KA ജവാദ് ഉദ്ഘാടനം ചെയ്തു. നിമിഷ നേരത്തിൽ ജനങ്ങളേവർക്കും മൃദുവായി എത്തിക്കാം ഇവയൊക്കെ. മനുഷ്യൻ കമ്പ്യൂട്ടർ യുഗത്തിലെത്തിയ ചരിത്രമെന്തിവർ മറക്കുന്നു. മനസ്സിൽ മാത്രം ഉരുവിട്ടാൽ പോലും ശ്രവിക്കും ദൈവത്തിൻ ഗണങ്ങൾക്ക്. ദിഗന്ധം ഭേദിക്കും കടുത്ത പ്രാർത്ഥന സഹിക്കുവാൻ ഒട്ടും കഴിയില്ല. സമസ്ത ലോകർക്കും സുഖവും ശാന്തിയും കനിഞ്ഞു നൽകുവോർ ഒരുമിച്ച്. സമസ്ത ലോകർക്കും സുഖവും ശാന്തിയും കനിഞ്ഞു നൽകുവോർ ഒരുമിച്ച്. ഇരുകരം കൂപ്പി മനുഷ്യജാതിയോട് ഇരക്കുന്നു ശബ്ദം കുറയ്ക്കുവാൻ. D മുരളീധരൻ, റോയ് കപ്പത്തൂർ, മുഹമ്മദ് സലീം ഖാൻ, രമേശൻ ചോയ്സ്, ചവറ ബെഞ്ചമിൻ, വിജയൻ ചെമ്പക, രാജ്നിള, ഷാനവാസ് കമ്പിക്കീഴിൽ, സിന്ധു സുരേന്ദ്രൻ, ഹിലാരി അഗസ്റ്റിൻ, അശോക് ഇല്ലിക്കുളം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി സ്വാഗതവും രത്നമ്മ ബ്രാഹ്മമുഹൂർത്തം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.